ഗൈസ്, നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ഇട്ട് നമ്മുടെ അമ്പലത്തെ അമ്പലമില്ലേ, നമ്മുടെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് അമ്പലത്തെ അമ്പലം ഉത്സവത്തിൻ്റെ കുറച്ച് അന്നത്തെ പരിപാടിയുടെ കുറച്ച് വീഡിയോസ് കേട്ടോ. നമ്മുടെ പൊങ്കാലയുടെ ഉണ്ട്, അതിൽ താലപ്പൊലിയുടെ വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ പിന്നെ വന്നു കഴിയുമ്പം ദീപിക എഴുന്നള്ളി മുടിപ്പറ കേട്ടോ. അപ്പം ദീപിക എഴുന്നള്ളി ചൂട് പായസം കുടിക്കുന്നൊരു സീനുണ്ട്. എൻ്റെ ഭഗവാനെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയോ നമ്മുടെ രോമാഞ്ചം വരും എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ ഒരു ഫീലിംഗ് തോന്നി കേട്ടോ അവിടെ നിന്ന് കണ്ടപ്പോൾ, ആ കാഴ്ച കണ്ടപ്പോൾ. അതേപോലെ തന്നെ നമുക്കിങ്ങനെയൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. അതേപോലെ തന്നെ ഞാനങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ മുടിപ്പറയൊക്കെ രാത്രിയൊക്കെ വരുന്ന അതൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഏട്ടൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ഉത്സവം ഈ ഉത്സവത്തിന് ഞാൻ കാണുന്നത് കാഴ്ച. മറ്റേത് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന നമ്മൾ നല്ലത് പറയൊക്കെ വന്നുള്ള കാഴ്ചയെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ അമ്പലത്തെ താലപ്പൊലി ഇടുന്ന വേറൊരു അമ്പലത്തിൽ നിന്ന് താലപ്പൊലി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പുതിയകാവിൽ അമ്പലത്തിലൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ 4 കരയിൽ നിന്ന് താലപ്പൊലി വരുമായിരുന്നു കേട്ടോ. ഇത് പക്ഷേ ആ അമ്പലത്തിൽ നിന്ന് തന്നെ അവർ ദീപിക 4 ഇറക്കുന്നതാണ്, അല്ലാതെ 4 കരയിൽ നിന്ന് വരുന്നതല്ല. ആരും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ 4 കരയിൽ നിന്ന് വന്ന ദീപിക അല്ല. ഒരു അമ്പലത്തിൽ നിന്ന് തന്നെ 4 ദീപിക ഇറക്കുന്നത് കേട്ടോ. അടുത്ത വീഡിയോ കാണാവേ, ബൈ.